ഗായ്സ്, അപ്പം നമ്മൾ ഒത്തിരി നാളായി എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഞാനും മാരിയും മനുവും കൂടിയിട്ട് തസ്നിമോളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ തസ്നിയുടെ വീട് വന്നിട്ട് താമരയൂരാണ്, ഗുരുവായൂർ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഫ്രഷായി ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ മുട്ട ബജ്ജി, മുളക് ബജ്ജി, ഉള്ളിവട, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നത്തെയും പോലെ കുറേ റീലൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ അടിപൊളി ഫുഡ് കഴിച്ചു. ചാളക്കറിയും ചിക്കൻ വറുത്തതും അങ്ങനെ ചമ്മന്തിയും നാളികേര ചമ്മന്തിയും മൈ ഫേവറേറ്റ്. അതുപോലെ പരിപ്പും മുരിങ്ങയുടെ ഇലയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കൂട്ടി അടിപൊളിയായി ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ അപ്പുറത്ത് മാമാടെ വീട്ടിലേക്ക് പോയിട്ട് വരികയാണ് ഞാനും തസ്നി. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ റീലിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പം നമ്മൾ കുറച്ചധികം റീലൊക്കെ എടുത്തു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കഴിഞ്ഞ വീഡിയോ നമ്മൾ സേവ് ചെയ്തിട്ട് അതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല. വേറെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അതിനുശേഷം തസ്നിമോൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ ഭാഗത്തുള്ളത് കിട്ടാനുള്ള അടിയായിരുന്നു ഞങ്ങൾ 3 പേരും. പിന്നെ നമ്മുടെ തസ്നിമോളും അനുമോളും കൂടിയിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. അപ്പം എനിക്കും അധികം അങ്ങനെ കുക്കിങ്ങിനോട് താല്പര്യമില്ലാത്ത കാരണം ഞങ്ങൾ 2 പേരും അപ്പുറത്ത് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. സമയം അല്പം വൈകിട്ടോ. പിന്നെ നമ്മൾ തണ്ണിമത്തൻ്റെ ജ്യൂസും തണ്ണിമത്തം മുറിച്ചിട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾക്ക് എടുക്കാൻ നോക്കുകയാണ്. അപ്പം അനുമോളും ആരെയും കിടന്നു കേട്ടോ. അപ്പം ഞാനും തസ്നിയും പാട്ടൊക്കെ കേട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് കിടക്കുകയാണ്. പിന്നെ എന്നത്തെയും പോലെ ഞാനും ആരെയും ഭയങ്കര ലേറ്റായിട്ടാണ് എണീറ്റത്. അനുമോളും തസ്നിമോളും അതുപോലെ ഉമ്മയൊക്കെ നേരത്തെ എണീറ്റായിരുന്നു. നമ്മൾ 2 പേരും ഞാൻ എണീക്കുമ്പോൾ ആരും അപ്പുറത്തിൻ്റെ ആരും എണീക്കുമ്പോൾ ഞാൻ അപ്പുറത്തുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും ഞാനങ്ങനെ എണീറ്റപ്പനെ കുളിക്കാൻ കയറി കേട്ടോ. അതിന് ശേഷം എന്താ ആരെയും അനുവും വെറും വയറ്റിൽ കേക്ക് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ തസ്നി ഇന്നലെ ഉണ്ടാക്കിയ കേക്ക് കഴിക്കാനായിട്ട് താരിമോള് മുറിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അടിപൊളി കേക്കായിരുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ അടിപൊളി കേക്കായിരുന്നു. ഞാൻ കേക്കൊന്നും അധികം കഴിക്കാറില്ല, ക്രീം കേക്ക്, പക്ഷേ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ചായ കുടിക്കുകയാണ്. അപ്പോൾ പത്തിരി, മുട്ടക്കറിയും കട്ടൻ ചായയും പിന്നെ ബൂസ്റ്റും പാലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനുമുള്ള സ്കിൻ കെയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ തസ്നിയുടെ ഉമ്മൂമ്മനെ കാണാനായിട്ട് മാമാടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഉമ്മൂമ്മയും ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉമ്മൂമ്മയ്ക്ക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞ് ആര്യനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച ദേഷ്യമാണ് ആര്യയുടെ മുഖത്ത് കാണുന്നത്. പിന്നെ ഉമ്മൂമ്മ നമുക്ക് പാട്ട് പാടിത്തന്നു. നമ്മളും അങ്ങോട്ട് പാട്ട് പാടി കൊടുത്തു കേട്ടോ. മമ്മിക്ക് കലാഭവനിയുടെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളതൊക്കെ പാടി കൊടുത്തു. പിന്നെ എൻ്റെ അമ്മയും പിന്നെ ആര്യയുടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം വർക്ക് ചെയ്തിരുന്നു. പാലക്കാട് അങ്ങനെ ഇരുന്ന് വർക്ക്. അപ്പോൾ അച്ഛനുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കടൽ കാണാൻ പോകാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് 10 മിനിറ്റ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് ചടപടേന്ന് പറഞ്ഞ് റെഡിയായി കടൽ കാണാൻ പോവാണ്. അപ്പം അമ്മയും അതുപോലെ അരുൺ ബ്രോയും കൂടിയിട്ട് എന്തോ അന്താരാഷ്ട്ര കാര്യം സംസാരിക്കുകയെന്ന് വിചാരിക്കേണ്ട. ആകാശത്തിൽ അമ്പിളിമാമിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥലത്ത് എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കടലിൽ വെച്ചിട്ട് നമുക്ക് ആ റീൽ ചെയ്യണം ഈ റീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആ വണ്ടി ഒന്ന് റൈഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കടലിലേക്ക് ഇറങ്ങി. പിന്നെ നമ്മളെയും അമ്മമാരെയും ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല, കാരണം നമ്മൾ 3 പേരും കടലിൽ തന്നെയായിരുന്നു. ആരെയും പോകുമ്പോൾ തന്നെ മുങ്ങുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. തസ്നിയും അതുപോലെ അനുമോള് മുങ്ങില്ല, ഞങ്ങൾ നീങ്ങിക്കാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവരെയും ഞങ്ങൾ ചെറുതായിട്ടൊക്കെ നനച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് ഒത്തിരി സന്തോഷമായി. ഉമ്മയുടെയും ഉപ്പയുടെയും അതുപോലെ ഉമ്മുമ്മയുടെയും തസ്നിയുടെയും എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി.